Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് iOS 7ന്റെ പബ്ലിക് ബീറ്റ നമുക്ക് റിലീസായി. ആ ഒരു പബ്ലിക് ബീറ്റയോട് അനുബന്ധിച്ച് തന്നെ കുറേയധികം ആപ്പിൽ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നുണ്ട്. ആ ഒരു അപ്ഡേഷൻ്റെ ഫുൾ ഫ്ലെഷ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക. കാരണം നമ്മുടെ iOS 17ൽ ബീറ്റ 1ൽ തന്നെ ഏകദേശം 100ന് മുകളിൽ ഹിഡൻ അപ്ഡേറ്റ്സ് ആപ്പിൽ കൊണ്ടുവന്നു. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണം. കാരണം ഈ പറഞ്ഞ സെപ്റ്റംബറിൽ നമുക്ക് iOS 17 കയ്യിലേക്ക് കിട്ടും. ആ ഒരു സെപ്റ്റംബറിൽ നമുക്ക് ഈ ഒരു OS കിട്ടുകയുണ്ട് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്ന മാറ്റങ്ങളെന്ന് നമ്മൾ ഓരോ യൂസേഴ്സും അറിയണം. അല്ലെങ്കിൽ ഒരുമാതിരി പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയായിരിക്കും. നമുക്ക് ഈ പറഞ്ഞ OS കിട്ടി, പക്ഷേ അതിൻ്റെ ആ ഒരു ഫുൾ യൂട്ടിലിറ്റി യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും കാണണം. ആൻഡ് എങ്ങനെ iOS 17 നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാം, പബ്ലിക് ബീറ്റ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കാണാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. ആൻഡ് നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഇനിയും അടിപൊളിയായിട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ പറയുന്ന iOS 7ന്റെ പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് സ്ക്രീൻഷോട്ടിലേക്കാണ്. നമുക്ക് നേരെ സ്ക്രീൻഷോട്ടിലേക്ക് പോകാം. അതിന് നേരെ നമ്മുടെ സഫാരിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ സഫാരിയിൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ആ സ്ക്രീൻഷോട്ടിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ഫുൾ പേജ് എന്ന ഓപ്ഷൻ ഉണ്ട്, നമ്മളത് സെലക്ട് ചെയ്യുക. ഇതിലെന്താണ് മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ iOS 16 ഉണ്ടായത് സെയിം സാധനമായിരുന്നല്ലോ എന്ന് വെച്ചാൽ അവിടെ അല്ല. നമ്മുടെ ഈ പറഞ്ഞ ഡൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, സേവ് ടു ഫോട്ടോസ്. നേരത്തെ വരെ നമുക്ക് സേവ് PDF ടു ഫയൽ എന്നായിരുന്നു. അത് മാറി നമുക്ക് സേവ് ഫോട്ടോസ് എന്നുണ്ട്. നമുക്ക് നേരെ ഫോട്ടോസിലേക്ക് സേവ് ചെയ്യാം. നമ്മുടെ ഫോട്ടോസ് സേവ് ആയിട്ട് നോക്കാം. നേരെ ഫോട്ടോസിലേക്ക് പോവാം. നമുക്ക് ആ പറയുന്ന ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ആ പറയുന്ന ഫുൾ സ്ക്രീൻഷോട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സൈഡിൽ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്രോപ്പ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് ക്രോപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്കും ഈ ഒരു ക്രോപ്പ് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊന്നും കൂടെ ക്രോപ്പ് ചെയ്യാം. ആ ഒരു ക്രോപ്പിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്കിവിടെ ഫുൾ സ്ക്രീൻ, ഒറിജിനൽ, അതേപോലെ വൈഡ് സ്ക്രീൻ, സ്ക്വയർ എന്നീ പറഞ്ഞ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ എവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ യൂസ്ഫുൾ ആവുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പിന് ഒരു ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പച്ചപ്പും ഹരിതാപ്പൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു. അതിൽ ഏതെങ്കിലും ഒരു മലയോ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് ഇഷ്ടപ്പെടും. ആ ഒരു പോർഷനായിട്ട് നമുക്ക് വാൾപേപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. ഈ പറഞ്ഞ ക്രോപ്പിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആപ്പിളിൽ കൊണ്ടുവരിക്കുന്ന ക്രോപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ കീബോർഡിലാണ്. കീബോർഡിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നേരെ താഴത്തേക്ക് പോയിട്ട് ജനറൽ, അവിടെ ഈ പറഞ്ഞ കീബോർഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കീബോർഡ്സിൽ ഓപ്ഷൻ ഉണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ മാറ്റം കാണാൻ പറ്റും. ആ ഒരു മലയാളം കീബോർഡ്. ആ ഒരു മലയാളം കീബോർഡ് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ആ ഒരു കീബോർഡ്സിലേക്ക് അല്ലെങ്കിൽ ആഡ് ന്യൂ കീബോർഡ്സിലേക്ക് പോവാം. ഇവിടെ നമ്മൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് മലയാളം കീബോർഡ് വരും. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മലയാളം കീബോർഡും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ ഒരു യൂസേജും വരില്ല. അതായത് നമുക്ക് നേരത്തെ ഉണ്ടായ ആ ഒരു ഓളം, അതേപോലെ മംഗ്ലീഷ് എന്നീ പറഞ്ഞ ഒരു ആപ്പിൻ്റെയും യൂസേജ് വേണ്ടാതെ നമ്മുടെ iOS ഡിവൈസ് തന്നെ ഇംപിൾഡായിട്ട് മലയാളം കീബോർഡ് ലഭിക്കും. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. നേരെ ഈ പറഞ്ഞ സഫാരിയിലേക്ക് പോവാം. അതിൽ നമ്മൾ നേരെ ഈ പറഞ്ഞ കീബോർഡ് സെലക്ട് ചെയ്യുക. ഇവിടെ മലയാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അപ്പു എന്ന് അടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അപ്പു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വേർഡ് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന എല്ലാ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലും ഈ പറഞ്ഞ മലയാളം കീബോർഡ് അപ്ഡേറ്റ് ആവും. നമ്മുടെ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിനി ഓരോ ദിവസം മലയാളം കീബോർഡ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ കൊല്ലത്തെ അപ്ഡേഷനും മലയാളം കീബോർഡ് അപ്ഡേറ്റ് ആവും. ഇനി മലയാളം മാത്രമാണോ വെച്ചാൽ മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ പറഞ്ഞ ഈ ലാംഗ്വേജസിലും നമുക്ക് കീബോർഡ് അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർക്കും ഈ പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അടുത്ത വന്നിരിക്കുന്ന മാറ്റമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മാറ്റം. ഇനി ആപ്പിൾ കോഡ് ലോഗ് തന്നില്ല എന്ന് നിങ്ങൾ കുറ്റം പറയരുത്. കാരണം ഇനി നമ്മുടെ ഐഫോണിൽ കോഡ് ലോഗ് ഏകദേശം 2000 കോഡ് ലോഗ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എൻ്റെ കോഡ് ലോഗ് ഞാൻ അത്രയും സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. ഈ വർഷം ജാനുവരി മുതലുള്ള എല്ലാ കോഡ് ലോഗും എൻ്റെ ഫോണിലുണ്ട്. നിങ്ങളൊരു iOS 17 യൂസർ ആണെങ്കിൽ, അതായത് ബീറ്റ യൂസർ ആണെങ്കിൽ എന്തായാലും നിങ്ങളെ കോഡ് ലോഗ് പോയി ചെക്ക് ചെയ്യണം. ആ ഒരു കോഡ് ലോഗിൽ 2000 അത്രയും അല്ലെങ്കിൽ 2000-ഓളം കോഡ് ലോഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ വീഡിയോ എടുത്തിട്ട് അത് കമൻറ്റ് ചെയ്യുക. കാരണം കുറേ ആൾക്കാർ പറയും ഇത് ഫേക്ക് ആണെന്ന്, 500 ഉള്ളൂ, അതേപോലെ 300 ഉള്ളൂ എന്നൊക്കെ പറയും. അത് ഒറിജിനലാണ്, ജെന്യുവൻ ആണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ വീഡിയോ എടുത്തിട്ട് അത് കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ് ചെയ്യുക, നേരെ കോഡ് ലോഗിൽ പോവുക, കോഡ് ലോഗ് നോക്കിയിട്ട് എത്ര നാൾ വരെയുള്ള കോഡ് ലോഗ് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം 2000 കോഡ് ലോഗ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്തിട്ട് അത് കമൻറ്റ് ചെയ്യുക. ഇത് ആ പറയുന്ന കോഡ് ലോഗ് മാത്രമല്ല, വാട്സാപ്പ് കോള്, ഇൻസ്റ്റാഗ്രാം കോള്, എല്ലാ കോളുകളും നമ്മുടെ കോഡ് ലോഗിൽ വരും. എനിക്ക് പക്ഷേ ഈ ഒരു കോഡ് ലോഗ് എല്ലാം വരുന്നത് ഇഷ്ടമാണ്. കാരണം ചില സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാം കോളൊക്കെ നമ്മുടെ കോഡ് ലോഗിൽ വരുന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എടുത്ത് എനിക്ക് കോൾ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഡയറക്റ്റായിട്ട് എനിക്കൊരു കോള് വിളിക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ കോഡ് ലോഗിൽ നമ്മുടെ ഫോൺ ആപ്പിൽ കോഡ് ലോഗ് വരുന്നത് എന്തുകൊണ്ടും ഇഷ്ടമാണ്. അതേപോലെ നമ്മുടെ അടുത്ത അപ്ഡേഷൻ പറയുന്നത് ആപ്പിൾ ഐ ഡിയിലാണ്. കാരണം ഇത്ര നാൾ നമ്മൾ ആ ഒരു ആപ്പിൾ ഐ ഡി ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കണമെന്ന്. പക്ഷേ ഇനി മുതൽ ആ ഒരു ആപ്പിൾ ഐ ഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫോൺ നമ്പർ കൊടുത്താൽ മതി. നമുക്ക് ഇനി മുതൽ ആ ഒരു ആപ്പിൾ ഐ ഡി ടൈപ്പ് ചെയ്ത്, ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മുടെ macOS സോണോമയിലും അതേപോലെ iPadOSലും iOSലും ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ആപ്പിൾ ഐ ഡി ആക്സസ് ചെയ്യാൻ നമ്മുടെ ഫോൺ നമ്പർ, രജിസ്റ്റേർഡ് ഫോൺ നമ്പർ, കാരണം നമ്മുടെ ആപ്പിൾ ഐ ഡിയിൽ സിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട വരില്ല. അതും നല്ലൊരു അപ്ഡേഷനാണ് നമ്മുടെ iOS 17 വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ iOS 17 വന്ന പുതിയ മാറ്റങ്ങളാണ്. ഇനിയും മാറ്റങ്ങൾ വരുന്ന അപ്ഡേറ്റ്സിൽ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സിൻ്റെയും ഈ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സും പുതിയ അറിയാനായിട്ട് അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി തൊട്ട് തുറക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.